വസന്ത്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇക്കാര്യം പരസ്യമാക്കി പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി പാർട്ടിക്ക് അപമര്യാദ അപഖ്യാതി ഉണ്ടാവുന്നതിന് സാക്ഷിയാവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. എന്നാൽ ബാധ്യതകൾ തീർത്തോളാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ മാനസികാഘാതം മൂലം മനസ്സിനോ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ മരണത്തിന് ഉത്തരവാദികൾ അതിന് ഞാൻ മേൽ സൂചിപ്പിച്ചവർ തന്നെയായിരിക്കും. എൻ്റെ മക്കൾക്കും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടത്തിനും ഉത്തരവാദികൾ അവർ തന്നെയായിരിക്കും. എൻ്റെ മക്കളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് എൻ എം വിജയൻ ഒപ്പിട്ട് DCC ട്രഷറർ എന്നാണ് അതിന് താഴെയും എഴുതിയിരിക്കുന്നത്. താങ്കളെ വേദനിപ്പിക്കുന്നുണ്ടോ ഈ ആത്മഹത്യാക്കുറിപ്പ്, വസന്ത് സിറിയക്? ശ്രീ ശരത്, സ്വാഭാവികമായും വിജയേട്ടന്റെ മരണവും അദ്ദേഹത്തിന്റെ മകന്റെ മരണവും ആത്മഹത്യയും ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈരളിയിൽ ഇത് രണ്ടാമത്തെ ചർച്ചയാണ്. മറ്റു ചാനലുകളിലും ഒക്കെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വസന്ത്, അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിലെ ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആത്മഹത്യാക്കുറിപ്പ് താങ്കളുടെ വേദന ഇരട്ടിപ്പിക്കുന്നുണ്ടോ? അല്ല, ഒന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് പറയുന്ന പല വിഷയങ്ങളും IC ബാലകൃഷ്ണനിലേക്ക് നിങ്ങൾ ചൂണ്ടുപലക വെക്കുന്നതാണ്. പക്ഷേ ഒന്നുപോലും അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്നലെ ഒരു നിമിഷം, അങ്ങനെ പറഞ്ഞ പോലെ നൂൽപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ മധു സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിന് അന്ന് DCC പ്രസിഡന്റും MLAയുമായിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ഇടപാടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ളത് 5 ലക്ഷം രൂപ. അപ്പച്ചൻ്റെത് വേറെയുണ്ട്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മാനസികാഘാതം മൂലം മരിച്ചാൽ ആ മരണത്തിന് ഉത്തരവാദി ഞാൻ മേൽ സൂചിപ്പിച്ചവർ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ മേൽ സൂചിപ്പിച്ച പേരുള്ളത് ഇവർ രണ്ടുപേരും വേണം. പിന്നെ പേരുള്ളത് ശ്രീ K. സുധാകരൻ്റേതാണ്. പക്ഷേ അദ്ദേഹത്തിനാണ് ഈ കത്ത് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ പേര് വെച്ചിരിക്കുന്നത് IC ബാലകൃഷ്ണനും അതുപോലെ അപ്പച്ചനുമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. നോക്കൂ, അതുകൊണ്ടാണ് ഇന്നലെ പാതിരാത്രി വീട് വളഞ്ഞിട്ട് അൻവറിനെ അറസ്റ്റ് ചെയ്തിട്ടും നിലവിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോലീസിന്റെ പക്ഷത്തുള്ളത് 2 കേസുകളാണ്. ഒന്ന്, പോലീസ് എടുത്ത അസ്വാഭാവിക മരണത്തിന്റെ കേസ്, അതിൽ അന്വേഷണം നടക്കുകയാണ്. 2, IC ബാലകൃഷ്ണൻ തന്നെ നേരിട്ട് SP-ക്ക് നൽകിയ പരാതി. ഇതിലെ കൃത്യമായ വിവരങ്ങൾ വെളിയിൽ വരില്ല. വസന്ത് ആദ്യം പറഞ്ഞു അവരെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അവരെ കണക്ട് ചെയ്യാൻ IC ബാലകൃഷ്ണനെ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല ഈ കുറിപ്പിൽ എന്ന് വസന്ത് പറഞ്ഞു. വസന്ത് പറഞ്ഞപ്പോൾ ഞാൻ ഈ കുറിപ്പിൽ പറയുന്ന IC ബാലകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സംഗതി രൂക്ഷമാണോ, ഗൗരവമുള്ളതാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് ഒരു FIR സ്റ്റേറ്റ്മെന്റ് ഇടാൻ പറ്റാത്തത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അത് നമുക്ക് അത് വഴിയേ നോക്കാമല്ലോ. വസന്ത് നോക്കൂ, ആദ്യം വിജയനോട് തരാതരം പോലെ വിജയേട്ടൻ എന്ന് താങ്കളും വിളിക്കുന്ന വിജയനോട് ആദ്യം നീതി കാട്ടേണ്ടത് വിജയന്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനോട് വസന്ത് അദ്ദേഹം കൊടുത്ത കുറിപ്പ് അതിൻ്റെ ഒടുവിൽ വീണ്ടും എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? സർ, ഒപ്പിട്ടതിന് ശേഷം ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് KPCC പ്രസിഡന്റിനോട് പറയുകയാണ്. അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇടവരുത്തരുതേ സാർ എന്നാണ് വിജയേട്ടൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് ചെയ്തത് എന്താണെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പോലീസിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ പുറകെ പോകാം. വസന്ത്, സർക്കാരിന്റെ പുറകെ തന്നെയാണ് പോകേണ്ടത്. അത് നിങ്ങളുടെ കാര്യം. ഇനി പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, അങ്ങനല്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങളുടെ സർക്കാർ കൈയും കെട്ടി നിൽക്കും. ഇത് രണ്ട് വിഷയമാണെന്നേ. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ കുറിച്ച് പറയാതെ പോലീസ് എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നോക്കാപ്പോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം. നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ പോലീസിനെ ചാരാൻ നോക്കണ്ട. നിങ്ങളുടെ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും നേരെ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ പറയുന്ന ഗുരുതരമായിട്ടുള്ള പങ്കാളിത്തം, അതേക്കുറിച്ച് സംസാരിക്കൂ വസന്ത്. ശ്രീ ശരത്, അങ്ങ് എന്നെ ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ ഈ വിഷയത്തിൽ നിന്ന് വഴിമാറുന്നത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ ഡിസിഷൻ ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ അത് എടുത്തു കഴിഞ്ഞു. SP-ക്ക് പരാതി നൽകിയില്ലേ ഈ മരണവുമായി അന്വേഷണം നടത്തണം. വസന്ത്, അതിനു മുമ്പ് ഒരു തീരുമാനം വിജയൻ എടുത്തു. എന്താണെന്നറിയോ? ജീവിതം അവസാനിപ്പിച്ചു.
ഞങ്ങൾക്ക് പാർട്ടി കോടതി ഉണ്ടോ? ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഉണ്ടോ? ഞങ്ങൾക്ക് പാർട്ടി പോലീസ് പാർട്ടി നിങ്ങൾ അതൊന്നും ആവണ്ടെന്നേ. ഞങ്ങൾക്ക് ഈ നിങ്ങൾ തന്ന പരാതി പോലും കെ സുധാകരൻ പറഞ്ഞ എന്താണ്? ഏതോ ഒരു പരാതി കടലാസ് കിട്ടിയിട്ടുണ്ട്, വായിക്കാൻ പറ്റില്ല. എന്തൊരു സമീപനമാണിത്, എന്തൊരു സമീപനമാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ ഒരു ജില്ലയിലെ ട്രഷററാണ് അദ്ദേഹം, വിജയൻ. അല്ലെന്നേ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു MLA നേരിട്ട് പരാതി നൽകി പോലീസിൽ. ഒരു MLA നേരിട്ട് നൽകി പരാതി. ആ MLA ആരോപണ വിധേയനാണ്. പ്രതിസ്ഥാനത്തിലേക്ക് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം സ്പഷ്ടമായി ചുമത്താവുന്ന നിലയിൽ നിൽക്കുന്ന ആ MLA ചാരി നിൽക്കുകയാണ് വസന്ത്. നിങ്ങളുടെ തന്നെ മറ്റൊരു നേതാവ് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ? അതേ MLA പരാതി നൽകിയാണ്. നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തേ, ഞങ്ങൾ നീതി കൊടുക്കുന്നില്ല. നിങ്ങളുടെ പാർട്ടി എന്ത് ചോദിക്കുമ്പോൾ പോലീസ് അറസ്റ്റ്, അപ്പൊ IC ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യട്ടെന്നാണോ? എന്താണ് വസന്ത്? നിങ്ങളുടെ പാർട്ടിയിലേക്ക് മരണപ്പെട്ടയാള് ആത്മഹത്യാ കുറിപ്പ് തന്നിട്ടും നിങ്ങളുടെ പാർട്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുന്നത് എന്തൊരു മറുപടിയാണ്? അത് പറയാം, അങ്ങ് വെയിറ്റ് ചെയ്യൂ. ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പാർട്ടി കൃത്യമായി അതിനകത്ത് പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടി പോലീസ് ഈ കത്ത് കൈമാറിയോ? പാർട്ടി അതിനകത്ത് ഈ കൃത്യമായി കുറിപ്പ് കൈമാറിയോ കെ സുധാകരൻ? ഈ കുറിപ്പ് കൈമാറിയോ? എന്റെ ചോദ്യം വസന്തിനോടാണ്, സജേഷിനോടല്ല. എന്റെ ചോദ്യം, ഈ മരണക്കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പ് കിട്ടിയത് ഉത്തരവാദിത്വമുള്ള ആളാ എന്ന നിലയിൽ KPC പ്രസിഡന്റോ കോൺഗ്രസ് പാർട്ടിയോ പോലീസിന് കൈമാറിയോ? കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണല്ലോ അസ്വാഭാവിക മരണത്തിന്, ദുരൂഹ മരണത്തിന്. ഈ കത്ത് കൈമാറിയോ കോൺഗ്രസ്? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൃത്യമാവില്ല വസന്ത്. ഇത് നമ്മൾ ആവർത്തിച്ച് കൃത്യമായി പറയുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടണ്ടേ? ഞാൻ ചോദിക്കുന്നത്, വിജയന്റെ ഈ കത്ത് കോൺഗ്രസ് പാർട്ടി പോലീസിന് കൈമാറിയോ? ഇങ്ങനെയാണെങ്കിൽ ഈ ചർച്ച കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാനൊരു വാക്ക് പറയുന്നതിന് മുമ്പ് അങ്ങ് ഇടപെടുകയാണ്. ചോദ്യം അതാണ്. അല്ല, ഈ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ഞങ്ങൾ ആ സമയത്ത് അതിൽ പരാമർശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ മകനെ താൽക്കാലികമായി പാർട്ടി അവിടെ നിർത്തുകയും ജോലിയിൽ എടുക്കുകയും ആ താൽക്കാലിക നിയമനം മാറ്റി സ്ഥിര നിയമനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതാൻ അദ്ദേഹത്തിന്റെ മകന് സാധിക്കുമായിരുന്നില്ല, ഡിസേബിൾഡ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ജോലി കൊടുത്തില്ല എന്ന് പറയുന്ന സമയത്ത് അതും നീചമാണല്ലോ. ആ സമയത്ത് ആ പാർട്ടി ബാങ്കിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആ ബാങ്കിന്റെ പ്രസിഡന്റും ആ ബാങ്ക് നിങ്ങൾ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് ആ വരികൾ കോട്ട് ചെയ്യുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞ IC ബാലകൃഷ്ണനെ പരാമർശിക്കുന്ന IC ബാലകൃഷ്ണന് വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കിട്ടാനുള്ള തുക 5 ലക്ഷം രൂപ, അപ്പച്ചൻ്റെത് വേറെ, അങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ടെന്നേ. നിങ്ങളത് അഡ്മിറ്റ് ചെയ്യണം. ഇവിടെ IC ബാലകൃഷ്ണന് പണം കൊടുത്തു എന്നുണ്ടോ? ഉണ്ട്, ഉണ്ടെന്നേ. മധുവിന് 2 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അതായത് MLA ശ്രദ്ധയിൽ ഈ വിഷയം എത്തുമ്പോൾ അദ്ദേഹം ഇടപെട്ട പണം തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ IC ബാലകൃഷ്ണൻ പണം ഇപ്പം ഇതിന് മുമ്പ് ഒരു കത്തുണ്ടായിരുന്നല്ലോ, നോക്കൂ, ആ സെന്റൻസ് ഇങ്ങനെയാണ്: ശ്രീ മധു സെബാസ്റ്റ്യനെ സഹായിക്കുന്നതിന് അന്ന് DCC പ്രസിഡന്റും MLAയുമായിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ ഇടപാടിന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ഇതിൽ ഇടപാട് പരാമർശിക്കുന്നു. ഞാൻ വാങ്ങിച്ചു കൊടുത്ത, ആര്? NM വിജയൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം പണം വാങ്ങിച്ച് മറ്റാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് അതിൻ്റെ കൃത്യമായ റൂട്ട് പറയുന്നുണ്ട്. DCC പ്രസിഡന്റും MLAയുമായിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ നടത്തിയ ബത്തേരി അർബൻ ബാങ്കിലെ നിയമന ഇടപാടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്ത സംഖ്യയിൽ ബാക്കി കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇതിലുണ്ടെന്നേ. ഇത് വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും. ആയിക്കോട്ടെ.